നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി പറയുന്ന ഒരു പ്രോഗ്രാമാണ്. പലപ്പോഴും നിങ്ങൾക്ക് കുറ്റം പറയാനുണ്ടാവും, പലപ്പോഴും നിങ്ങൾക്ക് സന്തോഷം പറയാനുണ്ടാവും, എന്ത് കാര്യങ്ങളും ഇതിൽ പങ്കുവയ്ക്കാം. പലപ്പോഴും കസ്റ്റമേഴ്സിന് അവരുടെ വാഹനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ സർവീസിനെ പറ്റി, ഡീലർഷിപ്പിനെ പറ്റി ഒന്നും പറയാനുള്ളൊരു വേദി കിട്ടാറില്ല. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിലൂടെ അങ്ങനെ ഒരു വേദി നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ ഗുണം കാണുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. കാരണം പലപ്പോഴും ഒന്നോ രണ്ടോ പേരുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ഒക്കെ ആയിരിക്കാം സർവീസിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്ന പലരുടെയും പ്രശ്നങ്ങൾ ഡീലർഷിപ്പുകൾ അല്ലെങ്കിൽ കമ്പനികൾ പരിഹരിച്ച് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഡീലർഷിപ്പുകളെയും അതുപോലെ കമ്പനികളെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന റോഡ്മേറ്റ് എന്ന ആപ്പാണ്. റോഡ്മേറ്റും ഞാൻ പലതവണ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വാഹന സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുകയാണ്. 50-ലധികം സർവീസുകളാണ് നിങ്ങൾക്ക് വാഹന സംബന്ധിയായ സർവീസുകളാണ് ആ ഒരു ആപ്പിലൂടെ ലഭിക്കുന്നത്. ഇന്ത്യയിലുടനീളം നോക്കുകയാണെങ്കിൽ 10,000-ലധികം സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് റോഡ്മേറ്റ് എന്ന ആപ്പിന്. അപ്പോൾ നിങ്ങൾക്കൊരു വാഹനം വാട്ടർ സർവീസ് ചെയ്യുന്നത് തൊട്ട് അതിൻ്റെ ഏറ്റവും വലിയ മെക്കാനിക്കൽ പണികൾ വരെ ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റോഡ്മേറ്റ് എന്ന ആപ്പിനെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റോഡ്മേറ്റ് ആപ്പിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ അവസരമുണ്ട്. അത് നിങ്ങളുടെ നാട്ടിൽ റോഡ്മേറ്റിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള വാഹന സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ആപ്പിൽ കൊണ്ടുവരാൻ നിങ്ങൾക്കതൊരു വരുമാന മാർഗവുമായിരിക്കും. അതിനെപ്പറ്റിയൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും റാപ്പിഡ് ഫയറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കി റിറ്റ്സിൻ്റെ ഉടമയാണ്. റിറ്റ്സ് എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് വന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക രൂപം കാരണം ആരും പെട്ടെന്നൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് വെച്ചാൽ പലരും ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഒരു രൂപമായിരുന്നു അല്ലേ. പക്ഷേ അതിനുശേഷം അത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു വാഹനമായി. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ആ കാലത്ത് വന്ന മാരുതിയുടെ വാഹനങ്ങളിലെ ഏറ്റവും അധികം ബിൽ ക്വാളിറ്റി ഉള്ളൊരു വാഹനം, വളരെ സോളിഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇപ്പോൾ പോലും നല്ല റീസെയിൽ വാല്യൂ ഉള്ള വാഹനമാണ്. അങ്ങനെയുള്ള റിറ്റ്സിൻ്റെ ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര് സ്റ്റാൻലി. എന്തെയ്യുന്നു? ഞാൻ സ്പോർട്സ് ആയിരുന്നു. പിന്നെ റിലയൻസ് സിൽക്കോൺസ് എന്ന കമ്പനിയിൽ ആയിരുന്നു കുറച്ചു കാലം. അതിനുശേഷം സ്പോർട്സ് കോച്ചായിട്ട് തന്നെ ഫുട്ബോളിൻ്റെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പെൻഡിങ്ങിലാണ്. എന്നാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റുള്ള ആളാണ്. ഈ ഹൈറ്റുള്ള ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണോ ഇത്? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എൻ്റെ വീട്ടിൽ ഒരു 6 മന്ത് കൊണ്ടുവന്നിട്ടു മലപ്പുറത്തുള്ള. അപ്പം ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞങ്ങൾ വേറെ പല വണ്ടിയാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഹൈ റേഞ്ചിലേക്ക്, വൈഫിൻ്റെ നാട് ഹൈ റേഞ്ചാണ്, പോകാൻ നേരത്ത് പല കുറി ഞങ്ങൾ ആ യാത്ര വളരെ സുഖപ്രദമാണ്. എന്നെപ്പോലെ ഒരു ഹൈറ്റുള്ള ആൾക്ക് ഇതൊരു വിഷയമല്ല. അതിനകത്ത് നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ 4 പേർക്ക് സുഖമായി യാത്ര ചെയ്യുക. അതിനുപരി മൈലേജ് വളരെ എന്താ പറയുന്നത് ഹെൽത്തി ഒരു വണ്ടിയായിട്ട് തന്നെ തോന്നി. ഡീസലാണ്. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഡീസൽ മാരുതി ഇത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പലവരും എന്നോട് ചോദിച്ചു. പക്ഷെ മനസ്സുകൊണ്ട് ഈ വണ്ടി എനിക്ക് വിടാനായിട്ട് അത്ര താല്പര്യമില്ല. എന്താണ് ഇതിൻ്റെ ഏറ്റവും അതുപോലെ ഇഷ്ടപ്പെടാൻ തോന്നിയ ഒരു ഫാക്ടർ എന്താണ്? ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാത്രയിൽ നല്ല സുഖമാണ്. അതിനുപരി നമുക്ക് മൈലേജ് തരുന്നു. അതിനുപരി നല്ല പുള്ളിങ്ങാണ് വണ്ടി. സത്യത്തിൽ ഈ വണ്ടിയുടെ സൈസ് അനുസരിച്ചിട്ടുള്ളതല്ല, അതിനേലും വളരെ പവർഫുൾ വണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ആദ്യകാലത്ത് പലർക്കും ഇഷ്ടപ്പെടാതെ ഇതിൻ്റെ ബാക്കിലെ ഷേപ്പൊക്കെ ഒരു വ്യത്യസ്തമായ ഷേപ്പൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു യാത്ര ചെയ്ത് നമ്മൾ ഇതുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊരു വണ്ടിയെ നമുക്ക് ചിന്തിക്കാനാവാത്ത രീതിയിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പലവരും ഈ വണ്ടി വന്ന് ചോദിക്കുന്നവർക്ക് അതേപോലെ ഇഷ്ടപ്പെട്ടവരാണ്. ഇപ്പോൾ നിങ്ങളിത് കൊടുക്കുന്നുണ്ടോ എന്ന് പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഊഹിക്കാനേ ഉള്ളല്ലോ. അപ്പോൾ ദീർഘദൂരമൊക്കെ ഓടിക്കാറുണ്ടോ? പിന്നെ ഇത് വളരെ ബാംഗ്ലൂരൊക്കെ സുഖമായിട്ട് ഒരു 6.5 മണിക്കൂർ കൊണ്ടൊക്കെ ഞങ്ങൾ 6-7 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ ഈ മാരുതിയുടെ പുതിയ വണ്ടികളെ പറ്റി പൊതുവേ പറയപ്പെടുന്ന ഒരു സംഭവം വെച്ചാൽ വെയിറ്റ് കുറവാണ്. നമ്മളിപ്പോൾ ഹൈവേയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ പപ്പട വണ്ടി എന്നൊക്കെ വിളിച്ചൊക്കെ കളിയാക്കാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ട് ഈ വണ്ടി? അങ്ങനെ ഈ വണ്ടിയെ എനിക്ക് അത്ര തോന്നാറില്ല. അഥവാ എന്തെങ്കിലും ഈ വണ്ടിക്ക് വന്നാൽ തന്നെ അത് എവിടെയാണെങ്കിലും അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ സർവീസ് നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ റൗണ്ടിൽ ഇത് സർവീസ് ചെയ്ത് പോവാം. അതാണ് മാരുതിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഡീസൽ എഞ്ചിനാണെങ്കിൽ സർവീസ് കോസ്റ്റ് കാര്യമായിട്ടൊന്നുമില്ല. കോസ്റ്റ് അത്ര ഇല്ല എന്ന് തന്നെ പറയാം. മറ്റു വണ്ടിയെ അപേക്ഷിക്കുമ്പോൾ, ഇന്നത്തെ വണ്ടിയെ അപേക്ഷിക്കുമ്പോൾ. മൈലേജ് എന്തോരം കിട്ടിയിട്ടുണ്ട്? ഇത് 22 വരെ കിട്ടിയിട്ടുണ്ട്. 22 വരെ ഹൈവേ കിട്ടിയിട്ടുണ്ട്. സിറ്റിയിൽ ഏകദേശം ഒരു എങ്ങനെ പോയാലും ഒരു 20-20ക്ക് താഴെ കുറച്ച് അത്ര. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ വണ്ടി പഴയതായി. പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ പുതുമയുണ്ട്. വണ്ടി ഇപ്പോൾ 1.5 ലക്ഷം.
അപ്പോൾ വണ്ടി മാറ്റേണ്ട സമയം ആയില്ലേ? വണ്ടി മാറ്റേണ്ട സമയമായി. പക്ഷേ ഞാനിത് ഇപ്പോഴും ഇഷ്ടമായിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഇപ്പോഴത്തെ പുതിയ വണ്ടികളിൽ കാണുന്ന പല ഫീച്ചേഴ്സും ഒന്നും ഇതിനകത്ത് ഇല്ലല്ലോ ഇപ്പം. ഇല്ലെങ്കിലും നമ്മൾ നോക്കുന്നത് നമ്മളുടെ യാത്രാ സുഖമാണല്ലോ. എല്ലാ വണ്ടിയിലും ഫീച്ചേഴ്സ് കൂടുന്തോറും അതിനനുസരിച്ചിട്ടുള്ള മെയിൻ്റനൻസും കൂടുന്നുണ്ട്. പലവരും പറയാം പുതിയ വണ്ടികൾ എടുക്കാൻ നേരത്തെ ചെറിയ ചെറിയ പീസ് മാറിയുമ്പോൾ ഇത്ര 1000 ഇത്ര 1000 ഇത്ര എന്നോ. ഇതങ്ങനെ ഇല്ല. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിൽ പെട്ട ഒരാൾക്ക് സുഖമായിട്ട് വെച്ച് നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് റിക്സ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ധാരാളം ഇലക്ട്രിക് കാറുകളൊക്കെ വന്നു തുടങ്ങിയല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചോ? ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ വണ്ടികളും തന്നെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേൾഡിൽ അതേപോലെ തന്നെ പല വണ്ടികൾ ഇങ്ങനെ മാറി വരുന്നുണ്ടെങ്കിലും നമുക്ക് യാത്രയിൽ പല വണ്ടികളും നമുക്ക് ഇതിനേലും സൗകര്യങ്ങൾ തരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു മിഡിൽ ക്ലാസ് ഇതിന് പറ്റിയ വണ്ടി റിക്സ് പോലെയുള്ള വണ്ടികളായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. തലവേദനകളൊന്നും ഇല്ലാതെ ഒരു പ്രശ്നമില്ല ഇതുവരെയും നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ഫാമിലിക്കും ഇപ്പോഴും ഇത് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണോ താല്പര്യം? ഫാമിലിക്കും ഏകദേശം ഇതൊക്കെ തന്നെയാണ് താല്പര്യം. വലിയ ആൺമക്കളുണ്ടോ? ഇല്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്. ആൺപിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പം മാറ്റിച്ച് പുതിയ വണ്ടികളിലേക്ക് 2 പെൺകുട്ടികൾ. അവർ 2 മാരേജ് കഴിഞ്ഞു. ഒരാൾ കാനഡയിൽ സെറ്റിൽഡാണ്, ഒരാൾ ഇവിടെ തന്നെയാണ്. വൈഫ് ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞു വൈഫ് മരിച്ചു. അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ബിഡോ എന്നുള്ള നിലയിലും പോകുന്നു. അതെ 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 അതാണ് കൂടുതലുള്ളത്. പിന്നെ ഞാൻ ഒരു 46 വർഷമായിട്ട് സേവനമുണ്ട്. നിസ്വാർത്ഥമായ സേവനം. അങ്ങനെ അത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാം മറ്റുള്ളവർക്ക്, ആരുമില്ലാത്തവർക്ക്, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ NGO ആയിട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഞാനെല്ലാം വിട്ട് അതിനൊക്കെ ഒരു ഒരു തടസ്സമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ എനിക്ക് ഒത്തിരിയേറെ യുവാക്കളുണ്ട് എനിക്കൂടെ. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുറത്തുമുണ്ട്, ഔട്ട്സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റാൻ എന്തൊക്കെ ചെയ്യാം നമുക്ക്, അതൊക്കെ നമുക്ക് പണ്ട് പറയും ഈ അഴിച്ചുവിട്ട പശു അതെപ്പോഴും നന്നായി ഇരിക്കുന്നുണ്ട്, നമ്മൾ കെട്ടിയിട്ട പശു എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ആ ഒരു രീതി, എനിക്ക് സ്വതന്ത്രമായി നല്ലത് എന്ത് തോന്നുന്നുവോ അത് ചെയ്തു പോവുക എന്നുള്ളതാണ്. 46 വർഷമായി. നല്ലൊരു കാര്യം. അപ്പോൾ അതിനെല്ലാം കൂട്ടായിട്ട് ഇരിക്കട്ടെ ഇനിയും ദീർഘകാലം എന്ന് ആശംസിക്കുന്നു. പിന്നെ വളരെ ചെറിയൊരു സമ്മാനം രാവിലെ നമ്മൾ കണ്ടുമുട്ടിയത് പ്രമാണിച്ച് തരാം. അത് ഈ വാഹനം നമുക്ക് വർഷത്തിൽ 4 പ്രാവശ്യം വാഷ് ചെയ്യാനുള്ള ഒരു കൂപ്പൺ തരുന്നതായിരിക്കും. അത് ഇന്ത്യയിൽ എവിടെ ഓടിച്ചു പോയാലും അവിടെ വെച്ച് നമുക്ക് റോഡ് മേറ്റ് എന്ന് പറയുന്ന ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ റോഡ് മേറ്റുമായിട്ട് ബന്ധമുള്ള ഏതൊരു സർവീസ് സെൻ്ററിലും കൊണ്ടുപോയി നമുക്ക് ഫ്രീ ആയിട്ട് വർഷത്തിൽ 4 പ്രാവശ്യം വാഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു കൂപ്പൺ തരാം, അത് റെഡീം ചെയ്താൽ മതി അതിൻ്റെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. രാവിലെ കണ്ടതിൽ സന്തോഷം. വളരെ സന്തോഷം. നമ്മൾ ഇലക്ട്രിക് SUV എന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് എപ്പോഴും ടാറ്റയുടെ വാഹനങ്ങളാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ മുമ്പ് തന്നെ മഹീന്ദ്ര ഇലക്ട്രിക് വാഹന രംഗത്ത് സജീവമായിരുന്നു. റേവ എന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയെ വാങ്ങിച്ച് തന്നെ ടെക്നോളജിയൊക്കെ പഠിച്ചത് മഹീന്ദ്രയാണ്. പക്ഷേ എന്തുകൊണ്ടോ മഹീന്ദ്രയ്ക്ക് ആ കാര്യത്തിൽ ടാറ്റയുടെ ഒപ്പം പിടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് XUV 400 ആണ്. മഹീന്ദ്രയുടെ ഏറ്റവും ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു EV എന്ന് വിളിക്കാവുന്ന വാഹനമാണിത്. ഞാൻ സത്യത്തിൽ ഇന്നലെയാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ ഒരു മോഡൽ, അതായത് ഇപ്പോൾ ഔട്ട് ഗോയിങ് മോഡൽ എന്ന് പറയുന്നതിന് ഇൻറ്റീരിയറിൽ വേണ്ടത്ര ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ ഈ ഒരു വാഹനം അത് തന്നെയാണ്, അതായത് ഏറ്റവും പുതിയ മോഡലല്ല. അപ്പോൾ അതിൻ്റെ ഓണറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. പേര്? വിനോദ്. പേര്? മനോജ്. ഓക്കെ, വിനോദും മനോജുമാണ് വന്നിരിക്കുന്നത്. 1 മാസമേ ആയുള്ളല്ലോ ഇത് എടുത്തിട്ട്? 1 മാസമാകും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിരുന്നു, പുതിയൊരു വണ്ടി വന്നത്, പുതിയ വേരിയൻ്റ് മോഡൽ ആണോ? സങ്കടം വന്നോ? സങ്കടം വന്നോന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. ബേസിക് ആയിട്ടുള്ളെല്ലാം ഉണ്ട്, അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആരായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളൊരു ഇലക്ട്രിക് SUV വാങ്ങിക്കാൻ ചിന്തിക്കുമ്പോൾ ടാറ്റയിലേക്കാണ് മിക്കവരും മനസ്സെത്തുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ഈ XUV? ഞങ്ങൾ ആദ്യം വണ്ടി നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ടാറ്റയിലോട്ടാണ് പോയത്. ഞങ്ങൾ ആദ്യം ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് നെക്സോൺ EV തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് ഓടിച്ചപ്പോൾ തന്നെ ഇതായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട വണ്ടി ഇതായിരുന്നു.
പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കുറച്ച് സ്പേസ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് റോയിലാണെങ്കിലും നെക്സോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിട്ട് തോന്നും. അപ്പോൾ കുറച്ചുകൂടെ പ്രൈസ് നോക്കുമ്പോഴാണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വന്നത്. പിന്നെ പുതിയ നെക്സോൺ വന്നപ്പോഴത്തേക്കും ഞങ്ങളിത് ഓൾറെഡി ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയിരുന്നു. അതുകൊണ്ട് പുതിയ നെക്സോണിട്ട് ഞങ്ങൾ അധികം ഇത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ച് വാങ്ങിച്ചത് അതെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അത്യാവശ്യം നമ്മൾ പ്രതീക്ഷ തന്നെ കിട്ടും. ഇപ്പം ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ EV എടുക്കാനുള്ള മെയിനൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് ചേർത്തലയാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഫോ പാർക്കിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഡെയിലി ഒരു 80+ കിലോമീറ്റേഴ്സ് കമ്മ്യൂട്ട് ഉണ്ട് ടു ആൻഡ് ഫ്രോ. അപ്പോൾ ഒരു മന്ത് എങ്ങനെ നോക്കിയാലും ഒരു 3000+ കിലോമീറ്റേഴ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് EV-യിലോട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ EV-യിലോട്ട് എടുത്തത്. അപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് 476 ആണ് കമ്പനി ഇതിന് പറയുന്നത് മൈലേജ് അല്ലേ? അതെ, കിട്ടുന്നുണ്ടാവും. നമുക്കൊരു ആവറേജ് 260 to 280 ആവറേജ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ശരി. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്യേണ്ടി വരും? 2 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്യേണ്ടി വരും. ചാർജ് ചെയ്യാൻ എത്ര നേരം എടുക്കുന്നുണ്ട്? വീട്ടിലെ സോക്കറ്റിലാണോ എങ്ങനെയാണ്? ഞങ്ങൾക്കിപ്പോൾ നമ്മൾ നോർമൽ പോർട്ടബിൾ ചാർജർ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ മറ്റേ യൂണിറ്റ് വെക്കാനായിട്ട് 3 ഫേസ് കണക്ഷൻ അതിന് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴും പോർട്ടബിൾ ചാർജർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു 20% ഫുൾ ആവാനായിട്ടൊരു 12 to 13 hours എടുക്കുന്നുണ്ട്. സാധാരണ ഓവർനൈറ്റ് കുത്തിയിടുക ചെയ്യാം. ഓവർനൈറ്റ് വീട്ടിലെ കുത്തിയിടുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 15 hours നോർമലി വരും. 100% പ്ലസ് 2 hours 15 hours ആവറേജ് വരുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നോക്കിയിട്ടേ ഇല്ല? ഫാസ്റ്റ് ചാർജിങ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നോക്കിയപ്പോഴത്തേക്ക് കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു 20 എന്നാണ് നോക്കിയത്. അപ്പോൾ 20 to 80% വരെ പെട്ടെന്ന് ഒരു 45 minutes ഉണ്ടാവുന്നുണ്ട്. വീണ്ടും 80 to 100 ആകാൻ വീണ്ടും ഒരു 45 minutes എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു അറൗണ്ട് ഒരു 1.5 hours ഫുൾ ചാർജിന് എടുക്കും. എങ്കിലും അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്താൽ അത് വലിയ സമയമൊന്നും അല്ല അല്ലേ? പിന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് DC ചാർജ് 2 പ്രാവശ്യം ചെയ്താൽ 1 പ്രാവശ്യം AC-യിൽ ചെയ്യണമെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് DC യൂസ് ചെയ്യരുതെന്നാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. ശരി, ഓക്കെ. ചൂസ് ചെയ്യാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സോളാറാണ് വീട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഇലക്ട്രിക് ആയിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തത്. പക്ഷേ ഇടയ്ക്കൊന്ന് ഡീവിയേറ്റ് ആയി പെട്രോളിലേക്ക് മാറി വീണ്ടും നമ്മൾ ഇതിലേക്ക് തന്നെ വന്നു. അതായത് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ലാസ്റ്റ് എടുത്തത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും ഒരു പൈസ ചിലവില്ലാതെയാണ് ഇൻഫോ പാർക്കിൽ വന്നു പോകുന്നത്. സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിൽ വന്നു പോകുന്ന രണ്ടുപേരാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ? എന്താ ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇലക്ട്രിക് എന്നുള്ളൊരു ഇതിൽ കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എടുത്തത്. അല്ലാണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിന് മുന്നേ ഓടിച്ചിരുന്ന വണ്ടി ആൾട്ടോയാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏതൊരു വണ്ടി എടുത്താലും ബെറ്റർ ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഉണ്ടല്ലോ നമ്മളിപ്പോൾ പെട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, നമുക്കൊരു കൺട്രോൾ ഉണ്ടെന്ന് തോന്നും. അതെ, ഇത് പക്ഷേ അതൊരു കൺട്രോൾ വേണമെങ്കിലും പോകാവുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതെങ്ങനെ ഫീൽ ചെയ്ത് പെട്ടെന്ന് ഈ ഇലക്ട്രിക്കിലേക്കുള്ള ഒരു മാറ്റം? ഇനിഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ കൂടുതൽ ഓടിക്കുന്ന ഇതിൻ്റെ റീജൻ മോഡിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ബ്രേക്കിംഗ് ഒക്കെ അത് ഉള്ളത് കൊണ്ട് വലിയ ഡിഫറൻസ് തോന്നിയില്ല. പക്ഷേ ഈ കമ്പാരിറ്റീവ്ലി പെട്രോളിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് യൂസ്ഡ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ട് ആയിരുന്നു ആദ്യം. ഭയങ്കര ഒരു പവറാണ്. ഫസ്റ്റ് നമുക്ക് കൺട്രോൾ കിട്ടില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അതിനാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇലക്ട്രിക് വണ്ടികൾ ഓടിക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ കാല് കൊടുത്താൽ ഇത് പോകുന്ന പോക്കണ്ട ഫെരാരി പോകുന്ന പോലെ പോകും. പക്ഷേ അത് വളരെ കൺട്രോളായിട്ട് ഓടിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതിന്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻറ്റീരിയറിലും പാടെ മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തുകൊണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം 10.25 ഇഞ്ചിൻ്റെ വലിയ ഒരു ഫ്രീ സ്റ്റാൻഡിങ് സ്ക്രീനും ഇഷ്ടംപോലെ ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സാധനം മിസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും മിസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും റിയർ AC വെൻ്റ് എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. ഞങ്ങൾ ബാക്കി വണ്ടികൾ നോക്കുമ്പോഴത്തേക്ക് അതുണ്ടായിരുന്നു, ഇതിനകത്തില്ല. പക്ഷേ പുതിയ റെക്ടിഫൈഡ് പുതിയ കൂടുതലും ബാക്കിയുള്ളവർക്ക് കൂടി കംഫർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ വണ്ടി ചൂസ് ചെയ്തത്. കാരണം ഡ്രൈവിംഗ് കംഫർട്ട് നെക്സോണും ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതായിരുന്നു നമുക്ക് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അവിടെ നമുക്കൊരു നെഗറ്റീവ് വന്നത് ഈ റിയർ AC ഇവൻ്റാണ് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം. അതിപ്പോൾ എന്തായാലും പരിഹരിച്ചു. പുതിയ മോഡൽ വന്നപ്പോൾ റിയർ AC ഇവൻറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെന്താണ് ഇനിയിപ്പോൾ പുതിയ ഈ പറഞ്ഞ ഇലക്ട്രിക് വാഹന രംഗത്ത് വലിയ വലിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ പുതിയ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും ഇലക്ട്രിക് വണ്ടികളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണോ സാധ്യത? ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പിന്നീട് ഇപ്പോൾ പുതിയ ഹൈഡ്രജൻ അങ്ങനെ ഇത് വരുവാണെങ്കിൽ ആ സമയത്ത് അഫോർഡബിൾ ആണെങ്കിൽ അതിലോട്ട് പോകാനുള്ള. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യം, അത് ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? ഔട്ട് ഓഫ് 10 ഇപ്പം ഞങ്ങളിപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ 1 month ആയുള്ളൂ. ഇത്ര നാളത്തെ യൂസേജ് വെച്ചിട്ടൊരു 8 out of 10 8 കൊടുക്കാൻ പറ്റും അല്ല? എത്ര രൂപയായി ഓൺ റോഡ്? ഓൺ റോഡ് ഞങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്ത് 18.75. ഓക്കെ.
അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു നീക്കമാണ് നടത്തിയത്. കാരണം പലപ്പോഴും നമ്മളീ ടാറ്റയുടെ ഒരു ഗ്ലാമറിൽ മുങ്ങിപ്പോകാറുണ്ട് മറ്റു പല വാഹനങ്ങൾ. പക്ഷേ ഇവർ അതിലൊന്നും വീണില്ല. അത് കൃത്യമായും XUV അഫോർഡബിളിൽ എത്തി നിൽക്കുകയാണ്. ആകെ ഒരു പ്രശ്നം സംഭവിച്ചത് അതിനുശേഷം വളരെ പെട്ടെന്നൊരു ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നു എന്നുള്ളതാണ്. പക്ഷേ എക്സ്റ്റീരിയറിൽ യാതൊരു മാറ്റവും ബാക്കിൽ EV എന്നൊരു പുതിയ ബാഡ്ജിങ് വന്നല്ലാതെ മറ്റൊരു മാറ്റമില്ല. ഇൻറ്റീരിയറിലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. കളർ ഉൾപ്പെടെയുള്ള എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും ഇവർക്ക് ആകെ അതിൽ മിസ് ചെയ്യാൻ പോകുന്നത് റിയർ AC ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ വകയായിട്ടുണ്ട്. അതായത് വർഷത്തിൽ 4 പ്രാവശ്യം ഈ വാഹനം സർവീസ് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് കൂപ്പൺ തരുന്നതായിരിക്കും. അത് സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്കത് റെഡീം ചെയ്യാം. റോഡ്മേറ്റ് എന്നൊരു ആപ്പാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. റോഡ്മേറ്റുമായിട്ട് ടൈപ്പുള്ള ഏത് സർവീസ് സെൻറ്ററിൽ പോയാലും വർഷത്തിൽ 4 പ്രാവശ്യം ഇത് ഫ്രീ സർവീസ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്വിഫ്റ്റിൻ്റെ ഓണറിനാണ്. നമസ്കാരം. ഹായ്, പേര് ഭരത്. എന്ത് ചെയ്യുന്നു വരുന്നത്? ഞാൻ TCSൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഇൻഫോ പാർക്ക്. എവിടുത്തുകാരനാണ് ശരിക്കും? ഞാൻ ആലപ്പുഴക്കാരനാണ്. ചേർത്തലയാണ്. ശരി. അപ്പോൾ ഒരു ദുഃഖകരമായ കാര്യം ചോദിക്കട്ടെ, പുതിയ സ്വിഫ്റ്റ് വരാൻ പോകുന്നത് കേട്ടല്ലോ. വിഷമമുണ്ട് ശരിക്കും വിഷമമുണ്ട്. കാര്യമായ മാറ്റങ്ങളോടെ വരുന്നതെന്നാണ് കേട്ടത്. പ്രത്യേകിച്ച് മൈലേജ്, അതാണ് നമ്മുടെ മെയിൻ ഫാക്ടർ. ഇത് എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട്? 2 വർഷം. 2 വർഷം നല്ല ഓട്ടോള്ള വണ്ടിയാണ്. ആണല്ലേ? എന്തുകൊണ്ടാണ് സ്വിഫ്റ്റ്? 2 വർഷം മുമ്പ് ധാരാളം ഓപ്ഷൻസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് സ്വിഫ്റ്റിലെത്തിയത്? എൻ്റെ ആക്ച്വലി ഡ്രീം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പോളോ എടുക്കണമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യണം ഫ്രം ആലപ്പുഴ ടു ഇൻഫോ പാർക്ക്, ഡെയിലി കമ്മ്യൂട്ട്. അപ്പം നമുക്ക് മൈലേജ് ആണല്ലോ ഏറ്റവും മുഖ്യം. പിന്നെ അതെ ഡെയിലി ഒരു 100 കിലോമീറ്റർ അടുത്ത് ഓടുന്നുണ്ട്. അപ്പം സ്വിഫ്റ്റാണ് നമുക്ക് ഇപ്പം ഏറ്റവും അന്നേരത്തെ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്വിഫ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് സ്വിഫ്റ്റിലേക്ക് എത്തിയത്. പിന്നെ മാരുതിയോടുള്ളൊരു സ്നേഹമുണ്ട്. ആ ഒരു വീട്ടിൽ പഴയ വണ്ടികളെല്ലാം മാരുതി, അങ്ങനെ ഒരു വീട്ടിൽ എർട്ടികയുണ്ട്. അപ്പോൾ അങ്ങനെ മാരുതിയിലേക്ക് വന്നു. അപ്പോൾ എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പോൾ? എനിക്ക് ഹൈവേയിലാണെങ്കിൽ 20 എബോവ് കിട്ടുന്നുണ്ട്. 20 ഇത് നമുക്ക് കാണാമല്ലോ. നമുക്ക് ഇൻഫോ പാർക്ക് വന്ന് പോകുമ്പോൾ ഒരു 18.2 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. ശരി. അതെ. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം നടന്നു എന്ന് പറയാം. പിന്നെ നമ്മുടെ ഡ്രൈവിങ്ങിനെ പോലെ നമ്മൾ അത്യാവശ്യം നല്ല നോർമൽ എക്കണോമിയിൽ ഓടിക്കുവാണെങ്കിൽ ഈ പറഞ്ഞത് കിട്ടും. പിന്നെ ഇത്തിരി പറപ്പിച്ചൊക്കെ ഓടിക്കുകയാണെങ്കിൽ കുറച്ച് എങ്ങനെ വേണം ഓടിക്കാമല്ലോ, സ്വിഫ്റ്റ് അല്ലേ? അതെ. ശരി. അപ്പോൾ എപ്പോഴേ നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, മാരുതിയുടെ വണ്ടികൾക്ക് പലപ്പോഴും ബിൽഡ് ക്വാളിറ്റി കുറവാണ് അങ്ങനെയൊക്കെ തോന്നുന്നു. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് ഇത് തന്നെ നോക്കിയറിയാം. പണ്ടത്തെ ഒരു സ്വിഫ്റ്റിൻ്റെ ഇത് ഇങ്ങനെ നമുക്ക് അമക്കുമ്പോൾ ആ ഒരു വ്യത്യാസമല്ല. ഇപ്പോഴത്തെ സ്വിഫ്റ്റ് നല്ല വ്യത്യാസമാണ്. ബോഡി ബിൽഡിങ് ഇനിയിപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ പുതിയ വരുന്ന കുറച്ചുകൂടി മാറ്റങ്ങളുണ്ട്. അപ്പം ആ ഒരു ഇതൊക്കെ മാറി തുടങ്ങി. കാരണം ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് കൂടിയല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാരുതി മാറുന്നുണ്ട്. അതെ, ശരിയാണ്. അപ്പോൾ ഇത്ര ഈ ഹൈവേയിൽ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളെന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റ്ലെസ്നെസ് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഇല്ല. കുഴപ്പമില്ല. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ? നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാം. ഏത് ചെറിയ റോഡ് ഞാൻ ആദ്യം ഓൾട്ടോ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു സ്വിഫ്റ്റ് എടുക്കും. പക്ഷേ അതിനേക്കാളും സുഖമായിട്ട് എനിക്കത് ഒതുക്കാനും പാർക്ക് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ വരുമ്പോൾ അതിന് ഏറ്റവും സിമ്പിളാണ് ഈ സാധനം. എവിടെ കൊണ്ടുവേണം ഒതുക്കാം, എവിടെ കൊണ്ടുവേണം കയറ്റും. ആ ഒരു എങ്കിലും എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള എന്തായിരിക്കും ഫീച്ചേഴ്സ്? ഇപ്പം പുതിയ വണ്ടികളിൽ ഒരുപാട് 360 ഡിഗ്രി ക്യാമറ അങ്ങനത്തെ അതൊക്കെ എനിക്കൊന്നും ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് വരുമ്പോൾ അതൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ മാനുവലാണ് എടുത്തേക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി. പക്ഷേ ഇതിൻ്റെ ഓട്ടോമാറ്റിക് എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. കാരണം AMT ആയതുകൊണ്ട്. അപ്പം മറ്റേ ആ ഒരു CVT അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ടൈപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വണ്ടി സുഖമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇലക്ട്രിക് കാറുകൾ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇതുപോലെ കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരാളാകുമ്പോഴത്തേക്കും അത് സാധ്യത കൂടുതലുണ്ടല്ലോ. നമുക്ക് സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് സോളാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി നല്ല ചാർജിങ് വരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്രോൾ തന്നെ ലാവും. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല പറഞ്ഞത്. എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് 3-4 ഫ്രണ്ട്സ് ഉണ്ട് കൂട്ടം. ഒരുമിച്ച്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് കമ്മ്യൂട്ട് ചെയ്ത് തരണം. അപ്പം എനിക്കത് വലിയൊരു കോസ്റ്റ് തോന്നാറില്ല. കാരണം പൂൾ ചെയ്താണ് വരുന്നത്. അത് കൊള്ളാം കേട്ടോ. അത് ശരിക്കും ലോകത്തിൽ പല ഭാഗങ്ങളിൽ ഇപ്പോൾ അത് ഞങ്ങൾ ഇൻഫോ പാർക്കിൽ ഒരുപാട് അങ്ങനെ വരുന്ന ആൾക്കാരല്ലേ. പിന്നെ എൻ്റെ വണ്ടി എനിക്കൊന്നും ഞാൻ 3 ഡേയ്സ് ഇപ്പോൾ എടുക്കാറുള്ളൂ. കാരണം 2 ഡേയ്സ് എൻ്റെ ഫ്രണ്ട് എടുക്കും. അപ്പം അങ്ങനെ അപ്പോൾ എന്നാലും വണ്ടി ഓട്ടോ ഉണ്ട്. പിന്നെ മൈലേജ് ഇത്ര ഉള്ളതുകൊണ്ട് നമുക്കതൊരു വിഷമമായിട്ട് തോന്നാറില്ല ഒരിക്കലും. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഭാരതത്തിന് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ SUV എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കായികയില്ല. എനിക്ക് ഇന്നോവ ആയിരുന്നു താല്പര്യം. ഇന്നോവ ഒരു ഡ്രീം വെഹിക്കിളാണ്. പക്ഷേ ഇപ്പോൾ ക്രിസ്റ്റ നിർത്തി. ക്രിസ്റ്റ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈ റൈഡർ ഇപ്പം അതിലേക്ക് ഇനി നമുക്ക് ഫുള്ള് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ക്രിസ്റ്റ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ എർട്ടികയുണ്ട്. അപ്പോൾ അതിൻ്റെ കംഫർട്ട് ഇതിൻ്റെ വ്യത്യാസമുണ്ട്. സീറ്റ് ഹൈറ്റ് കൂടുതലായുണ്ട്. നമുക്ക് കാലിന് ലെഗ് സ്പേസ് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ഇതിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഓൾട്ടോയൊക്കെ ഓടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു എല്ലാ കാലത്തും അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഷേപ്പും അല്ലേ, ഒരു വൃത്തിയും ഭംഗിയുള്ള രൂപമാണ്. ഒരിക്കലും എന്നാ ചെറിയ വണ്ടിയല്ല, എന്നാ വലിയ വണ്ടിയല്ല. അതെ,
ഒരു ഔട്ട്ഡേറ്റഡ് ആകാത്ത രൂപം തീർച്ചയായിട്ടും സ്വിഫ്റ്റിനുണ്ട്. അപ്പോൾ ഇനി വരുമ്പോഴും ബേസിക് ആയിട്ടുള്ള രൂപം നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഇനി അതൊന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ കേൾക്കുന്നത് ഒരു ഗംഭീര സ്ട്രോങ് ഹൈബ്രിഡ് മോഡലൂടെ ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണ് 24-25 കിലോമീറ്റർ 28 എന്നൊക്കെ പറയുന്നുണ്ട്. അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭാരതൊക്കെ ഭയങ്കര സങ്കട കടലിലാകും, യാതൊരു സംശയമില്ല. അതെ. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഔട്ട് ഓഫ് ദ വേ ചോദിക്കുകയാണ്. അതായത് നമ്മളെപ്പോഴും വാഹനം ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ഈ കേരളത്തിൽ ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യാൻ സഹായിക്കാറുണ്ടോ? ഇല്ല ഒട്ടുമില്ല. കാരണം മിക്കവാറും നമ്മൾ പോകേണ്ട ലൈൻ ഓവർടേക്ക് ചെയ്യുന്ന ലൈനിൽ ബൈക്കുകാർ ഇങ്ങനെ പയ്യെ പോകുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ലെഫ്റ്റിൽ കൂടെ കയറി പോകേണ്ടി വരും. അപ്പോൾ ഒരു തരത്തിലും അത് ആലപ്പുഴ കൊച്ചിയിലൊന്നും നമുക്കത് സാധ്യമല്ല. അല്ലല്ലേ? നമ്മുടെ ഹൈവേയിലൊക്കെ എപ്പോഴും ബൈക്കുകാരുണ്ടാവും ഈ സൈഡിൽ. നമ്മൾ വിചാരിക്കും അവർ എന്തായാലും മിക്കവാറും ഹോൺ അടിച്ചാണ് മാറ്റിക്കണം, അല്ലാണ്ട് അവർ മാറൂല. ശരിയാണ്. അപ്പോൾ ഹോണടി ഇല്ലാതെ പറ്റില്ല നമ്മുടെ നാട്ടിലുള്ള ഒരു ഉറപ്പാണ് അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ കൂടെ കയറ്റണം. അതെ, അതെല്ലാം ചെയ്യാൻ പറ്റാറുള്ളൂ സാധാരണ. അതിൽ എനിക്കൊക്കെ ഏറ്റവും അധികം ലോറികളൊക്കെ കുറച്ചുകൂടി ഇപ്പം ലൈൻ ട്രാഫിക് നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെയാണത് അറിയുന്നത്. ഞാനതൊക്കെ ഞെട്ടിപ്പോകാറുണ്ട് പലപ്പോഴും. നമ്മൾ മുന്നിൽ പോയി ഒരു ഹോൺ അടിക്കുമ്പോഴേ പെട്ടെന്ന് ഒതുക്കി തരുന്നത് എന്ത് പറ്റി നമ്മൾ ബാക്കിയായിരുന്നു ഹോൺ അടിക്കുകയുള്ളൂ, നമ്മൾ വേണമെങ്കിൽ അപ്പുറത്ത് എടുത്ത് നോക്കണം. അതെ, അത് ഫൈൻ അടിച്ചു തുടങ്ങിയതിന്റെ ഗുണങ്ങളാണ് കാണുന്നത്. പിന്നെയുള്ള KSRTC മാത്രമേ ഉള്ളൂ ഇത്രയും ശല്യമുള്ളത്. പക്ഷേ വേറെ ലോകത്തുനിന്ന് വന്നവരായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും ബാധകമല്ലല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷം രാവിലെ കണ്ടതിൽ. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ വർഷത്തിൽ 4 പ്രാവശ്യം ഈ വാഹനം വാട്ടർ സർവീസ് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് കൂപ്പണാണ്. അത് ഇന്ത്യയിൽ, അത് സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും നമ്മൾ തരുന്ന ആ കൂപ്പൺ റെഡീം ചെയ്താൽ മതി. റോഡ് മേറ്റ് എന്ന് പറയുന്ന ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. റോഡ് മേറ്റ് വഴി ടൈപ്പുള്ള സർവീസ് സെൻറ്റേഴ്സിൽ നമുക്ക് വർഷത്തിൽ 4 പ്രാവശ്യം സർവീസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ബൈ. കണ്ടത് സന്തോഷം. അപ്പോൾ ഇനി ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനം, ആ വാഹനത്തിൻ്റെ ഉടമ, രണ്ടുപേരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. ജോർജ്. എന്ത് ചെയ്യുന്നു? അഡ്വക്കേറ്റ് ആണ്. എവിടെ? ഹൈക്കോടതി. ശരി. ഇവിടുത്തുകാരൻ തന്നെയാണോ? ആക്ച്വലി ഇരിക്കാനക്കൂടെ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്ത്. എത്ര കാലമായി ഈ വാഹനത്തിലേക്ക് എത്തിയിട്ട്? ഇത് സത്യത്തിൽ എൻ്റെ വൈഫിന് വാങ്ങിയതാണ്. 3 മാസമായിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇത് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ റോഡിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ ഒപ്പീനിയൻ ചോദിച്ചു. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിപ്പോൾ ഇറങ്ങിയിട്ട് എത്രയോ വർഷമായി. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടിയാണ് എന്ന് തോന്നാത്ത രീതിയിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയത് വാങ്ങിച്ചാൽ പോലും ആൾക്കാർ കാണുമ്പോൾ ഇത് പുതിയതാണെന്ന് തോന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല. കാരണം ടോട്ടലി ന്യൂ വണ്ടി അല്ലാതെ ഒരു പഴയ വണ്ടി വാങ്ങിച്ചു എന്നുള്ളത് ഇല്ലേ? അങ്ങനെ തോന്നൽ മനസ്സിലുണ്ടോ? പക്ഷേ അങ്ങനെ തോന്നിയാലും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് കുറേ ഉണ്ട്. ഇപ്പം ഞാനിതിനെപ്പറ്റി എവാലുവേറ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യൻ റോഡ്സിൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി കേരള റോഡുകളിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഇത്. ഇപ്പോൾ യൂറോപ്പിലോ സൗത്ത് ആഫ്രിക്കയിലോ കാണുന്ന പോലെ വേൾഡ് ക്ലാസ് ലെവലിലുള്ള റോഡുകളൊന്നും കേരളത്തിലില്ല. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക റോഡിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കണമെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ടോൾ ബോയ് ഡിസൈനാണ്. അപ്പോൾ ഇതിലിരിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ചെറിയ കാറാണെങ്കിലും ഇതിലിരിക്കുമ്പോൾ ഒരു വലിയ കാറിൻ്റെ ഒരു ഫീലുണ്ട്. നല്ല ഇരിപ്പിന് ഇതുണ്ട്, നല്ല വിസിബിലിറ്റി ഉണ്ട്. അതായത് ഏത് നാരോ സ്പേസിൽ കൂടെയും ഇത് ഓടിച്ചുകൊണ്ട് പോവാം. പാർക്ക് ചെയ്യാൻ വളരെ എളുപ്പം. പിന്നെ നോർമൽ സർവീസ് അല്ലാണ്ട് വേറെ മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. ഈ കാറ് എസ്പെഷ്യലി ഗുഡ് ഫോർ സീനിയർ സിറ്റിസൺസ്, പിന്നെ ലേഡീസിന്. പല സീനിയർ സിറ്റിസൺസ് എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അവരൊക്കെ കയറുമ്പോൾ പറയുന്നത് അവർക്ക് കയറാനും ഇറങ്ങാനും വളരെ ഈസിയുള്ളത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവരുടെ മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ കാറുകളുണ്ട്, അതൊക്കെ ലക്ഷറി കാറുകളാണ്. അതിനകത്തൊക്കെ അവർക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ട്. ഇതിലാണെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ പല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവർ പറയും ഞാൻ ജോർജിൻ്റെ കറി കയറിക്കോളാം. കയറാനും എളുപ്പമാണ്, ഇറങ്ങാനും എളുപ്പമാണ്. ലേഡീസിനെ സംബന്ധിച്ച് കൊച്ചി പോലുള്ള സ്ഥലത്ത് ഇത് ഡ്രൈവ് ചെയ്യാൻ സുഖമാണ്, എസ്പെഷ്യലി ഓട്ടോമാറ്റിക്. അതെ. അപ്പോൾ ഇത് ഞാൻ ഈ മോഡൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ചെറിയ കാറാണ്. അപ്പോൾ പലരും പറഞ്ഞു വലിയ കാർ എടുത്തൂടെ, ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ. പക്ഷേ എനിക്ക് ഒരു ക്യൂട്ടായിട്ട് തോന്നിയത് ഇതാണ്. പിന്നെ പലരും പറയുന്നത് ഇതിനകത്ത്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഷേപ്പ് ഇഷ്ടമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബ്യൂട്ടി എന്ന് പറയുന്നത് ഇൻ ദി ഐസ് ഓഫ് ദി ബിഹോൾഡറാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു സ്ലിം ബ്യൂട്ടിയാണ്, ഒരു കൊച്ചു സുന്ദരിയാണ്.
വൈഫിൻ്റെ കാര്യത്തിലും ഇതേ അഭിപ്രായം തന്നെയാണോ? വൈഫിന് ആദ്യം അത്ര താല്പര്യം ഉണ്ടായില്ല, കാരണം എനിക്ക് 2 പെൺകുട്ടികളാണ്, അവർക്ക് ഇത് വലിയ ഇഷ്ടമില്ല, ഈ ഷേപ്പിൻ്റെ ഇഷ്യൂ വന്നു. പക്ഷേ വൈഫിന് ഇത് ഓടിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമായി. ശരി. അപ്പോൾ എനിക്ക് പറയാവുന്നത് ന്യൂ ജെന്നോട് പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് ഇഷ്ടമില്ലാത്തവരോട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഷേപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഷേപ്പ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സൂപ്പറാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്ത് ഇവിടെ ടോൾബോ ഡിസൈൻ ഫസ്റ്റ് വന്നത് ഹ്യുണ്ടായി സാൻഡ്രോ ആയിരുന്നു. സാൻഡ്രോ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എല്ലാവരും അതിന്റെ ഷേപ്പ് കണ്ട് തള്ളിയതാണ്. അതെ. പക്ഷെ അതിന്റെ ഒരു ഗുണനിലവാരം വെച്ചിട്ട് വീണ്ടും അത് പിടിച്ച് കയറി. ആ വർഷങ്ങളിൽ 2002, 2003 2 ലക്ഷം കാറുകളിൽ മീതെ ഓരോ വർഷം പ്രൊഡ്യൂസ് ചെയ്തു. അതെ. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഞാനൊരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ എവിടെയൊക്കെ പാർക്ക് ചെയ്തോ അവരെ ഒന്ന് ഒരു 2 മിനിറ്റ് സമയം ചോദിച്ചാൽ അതിനെ പറ്റി അവരുടെ ഒപ്പീനിയൻ മിനിമം ഒരു 10 പേരോടെങ്കിലും ചോദിക്കും. ഈ 10 പേരിൽ ഒരു 9 ആളും ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഞാൻ വണ്ടി എടുക്കുകയുള്ളൂ. അങ്ങനെ എടുത്ത വേറൊരു വണ്ടി അതാ ഇതുപോലെ. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് എടുത്തേക്കുന്നത്, സെക്കൻഡ് ഹാൻഡ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനു മുമ്പൊക്കെ പുതിയത് തന്നെ എടുത്തേക്കുന്നത്. വേറെ ഏത് വണ്ടിയാണ് വേറെ ഞാൻ സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്നു, അവിടെയൊക്കെ ടൊയോട്ട ആയിരുന്നു. ഇന്തോനേഷ്യയിലുണ്ടായിരുന്നു, അവിടെയും ടൊയോട്ട ആയിരുന്നു. ഇന്ത്യയിലുണ്ടായിരുന്ന കാലത്ത് ഹ്യുണ്ടായി സാൻഡ്രോ. അതിൻ്റെ ആദ്യം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടോൾബോയ് ഉപയോഗിക്കുള്ളൂ. അതാണ് അതിൻ്റെ കാരണം. ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും ഓടിച്ചതിന് ശേഷം കേരളത്തിൽ വന്ന് സ്ഥിരമായിട്ട് ഓടിച്ചു തുടങ്ങിയപ്പോൾ എന്ത് പറയുന്നു ട്രാഫിക്കിനെ പറ്റി? കേരളത്തിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ പലരും പറയും കേരളത്തിൽ ഓടിച്ച് പഠിച്ച ലോകത്തിൽ എവിടെ ഓടിക്കാം. ജക്കാർത്ത ഡിസിപ്ലിൻഡ് ഡ്രൈവിംഗ് ആണ്. കേരളത്തിൽ സോറി ടു സേ ആളുകൾക്ക് ഡിസിപ്ലിൻ കുറവാണ്. ബൈജു പറഞ്ഞ പോലെ പലരും കേരളം ഒരു കുപ്പത്തൊട്ടി ആക്കുന്നുണ്ട്. അത് ഗ്രാജുവലി മാറുമെന്ന് വിചാരിക്കുക. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, US, യൂറോപ്യൻ കൺട്രീസ്, ഇവിടത്തെയൊക്കെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കേരളത്തിനെ വെച്ച് നോക്കണമെങ്കിൽ ഒരു 100 ടൈംസ് ബെറ്ററാണ്. അപ്പോൾ എനിക്ക് സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ 150, 180 വരെ ഞാൻ വണ്ടി വിടും. അതും ആ രീതിയിൽ ഇവിടെ പറ്റില്ല. ഇവിടുത്തെ യുണീക്കായിട്ടുള്ളൊരു ഇതാണ് ആ റോഡിൻ്റെ ഘടന. പാർക്കിംഗ് ഇല്ല, ക്രൗഡുണ്ട്, സ്പേസ് കുറവാണ്, പാർക്കിംഗ് ഇല്ല. ഇതിനൊക്കെ ഏറ്റവും സൂട്ടബിൾ വണ്ടി ഇതാണ്, യാതൊരു തലവേദനയില്ല, എസ്പെഷ്യലി ഓട്ടോമേ. പിന്നെ ഇതിൻ്റെ വണ്ടി സെക്കൻഡ് ഹാൻഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നല്ല വിലയുണ്ട്. നല്ല വിലയുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ച സമയത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാ ഇത്ര വില കൊടുത്ത് വാങ്ങുന്നത്? അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് കിട്ടാൻ, ഈ ഇതിൻ്റെ ഓട്ടോമാറ്റിക് എസ്പെഷ്യലി ഈ മോഡൽ ഒരു ദിവസം വന്നാൽ പിറ്റേ ദിവസം പോകും. അപ്പം ഞാൻ എറണാകുളം, തൃശ്ശൂർ മുഴുവൻ അന്വേഷിച്ചിട്ടാണ് എനിക്കിത് കിട്ടിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് കിട്ടിയത്. അതായത് റീസെയിൽ വാല്യൂ ഭയങ്കര. ഞാൻ കേട്ട ഇൻഫർമേഷൻ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും റീസെയിൽ വാല്യൂ ഉള്ള ചെറിയ വാഹനങ്ങളിൽ ഒന്ന് ഇതാണ്. ഇത് മൾട്ടിപർപ്പസ് ആണ്, ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ എല്ലാ പർപ്പസും സെർവ് ചെയ്യും. ഒരു ചെറിയ ട്രിപ്പ് കൊച്ചി ഫാമിലിക്ക് ലഗേജ് കയറും, മാർക്കറ്റിൽ പോവാം, എവിടെയും പാർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. അത് നമ്മളതാ മനസ്സിലാക്കേണ്ടത്. മാരുതി എത്രയോ വർഷം മുമ്പ് പ്രൊഡക്ഷൻ തുടങ്ങിയൊരു വണ്ടിയായിട്ട് ഇപ്പോഴും ഇത്ര റീസെയിൽ വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഈ വാഹനം സ്നേഹിക്കപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ തലമുറയോട് സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിനെ കണ്ട് ഇതിൻ്റെ വലിപ്പവും അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പും കണ്ട് പുച്ഛിക്കരുത്. എല്ലാ തരത്തിലും പറ്റുന്ന എന്താ പറയുക ഏറ്റവും അധികം നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന. ഇനി ഷേപ്പ് ഇത്തിരി മോശമാണെങ്കിലും ബാക്കി എല്ലാവരും സൂപ്പർ. അല്ല, ഷേപ്പ് മോശം ചിലർ പറയും, പക്ഷേ എനിക്കൊക്കെ വലിയ ഇഷ്ടമാണ്. എനിക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇത് ജാപ്പനീസ് കേക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഷേപ്പുണ്ട്, ചെറിയ വാഹനങ്ങൾ, അതാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ കാർ ഒരു സെക്കൻഡ് വൈഫ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയാണ്. നമ്മൾ 2 ഭാര്യമാരുള്ളവർക്ക് തേർഡ് വൈഫായിട്ട് പറയാം. എൻ്റെ വൈഫ് പറയുന്നത് ഇതാണ് ഫസ്റ്റ് വൈഫ്, സെക്കൻഡ് വൈഫ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പം ഇതിന് ശേഷം പുതിയ കുറേ വണ്ടികൾ വരുന്നുണ്ടല്ലോ. വണ്ടികൾ ശ്രദ്ധിക്കാറുണ്ടോ പുതിയ വണ്ടികൾ? പക്ഷേ എനിക്ക് പേഴ്സണലി പറയാവുന്ന ഇതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ഉണ്ടല്ലോ, വലിപ്പം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് കിട്ടിയിരുന്ന ആ ഒരു പ്രിവിലേജസ് ഉണ്ടല്ലോ, ആ കോമ്പാക്റ്റ് ആണ്, എവിടെയും പാർക്ക് ചെയ്യാം. അത് പുതിയതിന് കിട്ടുന്നോ എന്ന് എനിക്ക് സംശയം. അതിന് കുറെ ക്രോം ഒക്കെ വന്നു. ഇതിന്റെ ഒരു ക്യൂട്ട്നെസ് പോയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അതെ. ഇത് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്യണതായിരുന്നു. ഇപ്പൊ പുതിയ മോഡൽ വലിയ വണ്ടി ഇറക്കുന്നതിന് നല്ലതായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ശ്രദ്ധിച്ച ഒരു വണ്ടി ഏതാ? വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും കൊള്ളാമല്ലോ എന്ന് തോന്നിയ ഒരു വണ്ടി ഏതായിരിക്കും? ഇഗ്നിസ്. ഇഗ്നിസും അപ്പം ടോൾബോ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് മനസ്സിലായി. അതെ, ഞാൻ ഇഗ്നിസ് ഉപയോഗിച്ചിരുന്ന മോള് കൊണ്ടുപോയി. ഇഗ്നിസ് നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. പക്ഷെ അതില് ഇതിന്റെ ഉള്ളിലുള്ള വോളിയം ഒരു ഫീൽ ഉണ്ടല്ലോ വലിയ കാറിൽ, അത് ഇത്രയ്ക്ക് വരില്ല ഇഗ്നിസ്. പക്ഷെ അത് സ്റ്റഡിയാണ്, ഒരു ഹെവി കാറാണ്. അതേസമയത്ത് ടോൾബോ ഉണ്ട്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. എൻ്റെ വൈഫിനും
ഇഗ്നിസിനേലും കൂടുതൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇതായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ഇതാണ് മാരുതിയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതുപോലെ ആർക്കും എന്താ പല മാരുതിയുടെ കുറ്റങ്ങളൊക്കെ പലരും പറയുമെങ്കിലും മാരുതി ഉപയോഗിക്കുന്നവരാരും തന്നെ മാരുതിയെ കുറ്റം പറയില്ല ഒരു തരത്തിലും. അത് സർവീസിൻ്റെ കാര്യത്തിലായാലും റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിലായാലും കംഫോർട്ടിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വണ്ടി തീർച്ചയായിട്ടും മാരുതിയുടെ വാഹനങ്ങൾ തന്നെയാണ്. അത് നമ്മൾ വളരെ സന്തോഷവാനായ ഒരു ആളെയാണ് കണ്ടത് നമ്മൾ ഈ വാഗണർ ഉപയോഗിക്കുന്നതിൽ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റുണ്ട്. അത് റോഡ്മേറ്റ് എന്നുള്ള ഒരു ആപ്പ് തരുന്ന ഒരു എന്താ പറയുക ഗിഫ്റ്റാണ്. വർഷത്തിൽ 4 തവണ ഈ വാഹനം സർവീസ് ചെയ്യാനുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു അവസരമാണ് തരുന്നത്. അപ്പോൾ ഞാനൊരു കൂപ്പൺ തരും. ആ കൂപ്പണിൽ നമ്പർ റെഡീം ചെയ്താൽ മതി. സൗത്ത് ഇന്ത്യയിൽ എവിടെയായാലും വർഷത്തിൽ 4 പ്രാവശ്യം വാഹനം ഫുൾ സർവീസ് ചെയ്ത് കിട്ടുന്ന ഒരു കൂപ്പണാണത്. അപ്പോൾ അത് ഞാൻ ഡിജിറ്റലി അത് അയച്ചു തരുന്നതായിരിക്കും കൂപ്പൺ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം കീപ് അപ്പോൾ നൈസ് ടു മീറ്റ് യു. സീ യു അഗൈൻ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും റാപ്പിഡ് ഫയർ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയുള്ളത് കമൻറ്റ് ഓഫ് ദ വീക്കാണ്. അതായത് എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന ഏറ്റവും മികച്ച ഒരു കമൻറ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് അതിന് സമ്മാനം നൽകുകയാണ്. റോഡ്മേറ്റ് എന്ന ആപ്പാണ് നമ്മളോടൊപ്പം ചേർന്ന് 2000 രൂപയുടെ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോകളുടെ താഴെയും കമൻറ്റ് ചെയ്താൽ സമ്മാനം കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടാകും. അപ്പോൾ നിങ്ങളിനിപ്പോൾ വാഹനമൊന്നും ഇല്ലാത്ത ആളാണ് കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ സമ്മാനം എന്ത് ചെയ്യുമെന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം വാഹന സംബന്ധിയായ സമ്മാനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് റോഡ്മേറ്റാണ് നിങ്ങൾക്ക് സമ്മാനം നൽകുന്നത്. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.